ഈ സമീപകാലത്ത് 3 രാജ്യങ്ങളിലെ ഭരണം നഷ്ടപ്പെടുന്നത്, ചിലർ സ്ഥാനഭ്രഷ്ടരാകുന്നത് നമ്മൾ കണ്ടു. ഒന്ന് ശ്രീലങ്കയിലെ, അവിടെ രാഷ്ട്രപതി ഭവനിലേക്കൊക്കെ ഇരച്ചു കയറിയത് നമ്മൾ കണ്ടു. 2 ബംഗ്ലാദേശ്. 3 നേപ്പാളിൽ നടന്നത് ഈ ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വിഭിന്നമായ ഒന്നാണ്. ന്യൂജനാണ് അവിടെ ഭരണം തന്നെ തകർത്തെറിഞ്ഞത്. ആ നേപ്പാളിന് ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് വരാനായിട്ട് അല്പം പ്രയാസപ്പെടും. പൂർവ്വസ്ഥിതി ഇനി വരില്ല. സ്റ്റാറ്റസ് കോ ആൻറ്റേ എന്ന് പറയുന്നത് തിരിച്ചു വരില്ല. അങ്ങനെയായിരുന്നല്ലോ, രാജഭരണം പോയി, അത് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ജനാധിപത്യം ഇപ്പോൾ തോന്നുന്നു രാജഭരണമായിരുന്നു നല്ലത് ഇതിനേക്കാളും തോന്നി. 2008 അതെ, അട്ടിമറിച്ചുകൊണ്ട് അവിടെ ജനാധിപത്യ ഭരണം പ്രചണ്ഡയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷകളോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അന്നാണല്ലോ സീതാറാം യെച്ചൂരിയൊക്കെ, യശശരീരനായ സീതാറാം യെച്ചൂരി പ്രചണ്ഡയെ പോയി കണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പിന്തുണയും അറിയിച്ചതും അദ്ദേഹം ചൈനയിലേക്ക് പോയതും. പക്ഷെ ഒരു കുന്തവും സംഭവിച്ചില്ല. നേപ്പാളിന് 1 ഇഞ്ച് പുരോഗതി ഉണ്ടാക്കാനോ അവിടുത്തെ ജനാധിപത്യം അല്ലെങ്കിൽ അഴിമതി തുടച്ചു നീക്കാനോ ഒന്നും, സുതാര്യത കൊണ്ടുവരാനോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. രാജഭരണമായിരുന്നു അതിനേക്കാളും ഭേദമെന്ന് തോന്നുന്ന വിധമാണ് ഭരണം അദ്ദേഹം അവസാനിപ്പിച്ചത്. അത് പിന്നെ തുടർക്കഥയായി. ഇടയ്ക്ക് സ്ഥിരതയില്ലാത്ത ഗവൺമെൻറ്റുകൾ ഭരിച്ചു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ മറ്റ് സമാനതകളില്ലാത്ത ഒരു വിപ്ലവമാണ് അവിടെ നടന്നത്. ആ വിപ്ലവം ആണ് ഒരു ന്യൂജൻ വിപ്ലവം. സമാനമായ ഒന്ന് കെനിയയിലും നടന്നിട്ടുണ്ട്, ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ അവിടെ ഗവൺമെൻറ് ആ തെറ്റ് പിൻവലിച്ചു, അതോടുകൂടി കെട്ടടങ്ങി അവിടെ. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ട് അഴിമതിക്കെതിരെയുള്ളതായിരുന്നു. ഇന്തോനേഷ്യയിലും സംഭവിച്ചു. അവിടെയും നയം മാറ്റമേ ഉള്ളൂ, ഭരണമാറ്റം ഉണ്ടായില്ല. ഇവിടെ സംഭവിച്ചത് അതിനൊക്കെ അപ്പുറത്തുള്ളൊരു കാര്യം. ഇത് ആരംഭിച്ചത് എങ്ങനെ? സോഷ്യൽ മീഡിയയുടെ നിരോധനം പിൻവലിക്കുക എന്ന് പറഞ്ഞ് ആരംഭിച്ച പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന് ആരാ നേതൃത്വം കൊടുത്തത്? 20-നും 30-നും ഇടയിൽ പ്രായമുള്ള ഒരാളാണ്, റാലേഷ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം കാഠ്മണ്ഡു നഗരത്തിൻ്റെ മേയറാണിപ്പോൾ. രാകേഷ, അങ്ങനെയാണ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ആള് ഇപ്പോൾ കാഠ്മണ്ഡു നഗരത്തിൻ്റെ മേയറായിട്ടിരിക്കുന്നു. ടൈം മാസിക ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പേരിൻ്റെ കൂട്ടത്തിൽ 10 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു പേരാണ് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൻ്റെ മേയറായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമ്മുടെ വേടനെ പോലെ റാപ്പ് സിംഗർ കൂടിയാണ്. അങ്ങനെ ഒരു ന്യൂജനാണ് അദ്ദേഹം, മൊത്തത്തിലൊരു ന്യൂജൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം. അദ്ദേഹമാണ് ഈ പ്രക്ഷോഭത്തിനൊരു മെത്തേഡ് കൊണ്ടുവന്നത്. ഒരു അനാർക്കി ആയിരുന്നു ഇത്, എങ്കിലും അതിനൊരു മെത്തേഡ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പ്രക്ഷോഭം നടത്തേണ്ടത് സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ടായിരിക്കണം. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സകലമാന ആൾക്കാരും സാമൂഹിക വിരുദ്ധരൊഴിച്ച് സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ടാണ് പ്രസിഡന്റിൻ്റെ പലേഷ്യൽ കോംപ്ലക്സിലേക്കും പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കും ഔദ്യോഗിക വസതിയിലേക്കും അതുപോലെ പാർലമെൻറ്റിലേക്കും ഇരച്ചു കയറിയത്. അവിടെ മുഴങ്ങിയ മണി എന്ന് പറയുന്നത് പശുപതി നാഥക്ഷേത്രത്തിലെ മണിയാണ്. എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ടും ആണ് അവർ പോയത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഈ സമരം നടത്തിയത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയായിരുന്നു. സമരം തുടങ്ങിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയ തിരിച്ചു ഞങ്ങൾക്ക് വേണം, അതിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭം ഒരു രാജ്യത്ത് നടക്കുന്നു. ഈ പുതിയ കാലത്ത് പുതിയ ആവശ്യം, പുതിയ ആവശ്യം. മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്നത് പോലെ പുതുമയുള്ളൊരു, അത് കെട്ടടങ്ങിപ്പോയി, ഒരു പുതുമയുള്ള വിപ്ലവം. ഇപ്പം ലോകത്ത് എവിടെങ്കിലും BBC ചാനലുണ്ട്, മുത്തശ്ശി ചാനലാണ് ലോകത്തെ ഏറ്റവും അധികം പേര് കേട്ടതും അതുപോലെ ഏറ്റവും പഴക്കമുള്ളതുമായിട്ടുള്ള. BBC ഇല്ലാതായിപ്പോയി, ഓട്ടോമാറ്റിക്കലി അത് ഡെഡായിട്ടും. ഏതെങ്കിലും ഒരു പ്രക്ഷോഭമോ ഒരു അനുശോചനമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? BBC-ക്കെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു. BBC പ്രതിഷേധിച്ചതല്ലാതെ ലോകത്തെല്ലായിടത്തും കിട്ടുന്ന ഈ BBC-യുടെ ആരാധകർ എവിടെയെങ്കിലും പ്രക്ഷോഭം നടത്തിയായിട്ട് അറിയാമോ? ഇല്ല.
മലയാള മനോരമയ്ക്കെതിരെ നടപടി ഉണ്ടായി, സാർ CP-യുടെ എന്തെങ്കിലും പ്രക്ഷോഭം ഉണ്ടായി? ഒരു കുന്തവും സംഭവിച്ചില്ല. ഇതിപ്പോൾ നോക്കൂ, ഈ മലയാള മനോരമാതി മുത്തശ്ശി പത്രങ്ങളെല്ലാം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിൽ യൂട്യൂബ് ആണ് ചാനലുകൾ, ധാരാളം ചാനലുകൾ വരുന്നുണ്ട്. ആ ചാനലുകളുടെ വാർത്തയ്ക്കൊന്നും നിലവാരമില്ല, കൊള്ളരുത്, അത് നിരോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുത്തശ്ശി പത്രങ്ങൾ. മാതൃഭൂമി അതെ, മനോരമ അതെ, മേജർ ഡെയിലീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പത്രങ്ങളെല്ലാം ആ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന ഒന്നും കാശിന് കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞ് അപഖ്യാതികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ ഇപ്പോൾ പക്ഷെ നമ്മുടെ യുവതലമുറയ്ക്ക് വിശ്വാസം നമ്മുടെ ഇപ്പോഴത്തെ TV-കളിലോ അല്ലെങ്കിൽ, അതാണ് നമ്മുടെ പോയിന്റ്, TV-കളിലോ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിലോ അല്ല, മറിച്ച് അവർക്ക് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് വിശ്വാസം. ഇത് സാധാരണക്കാരായിട്ട് പല ആൾക്കാരും എന്നോട് പറയുന്നതാണ്. ഞാൻ TV ഒന്നും കാണാറില്ല, ഞാൻ പത്രം വായിക്കാറ്, ഞാൻ കാണുന്നത് ഇൻ്റർനെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് യൂട്യൂബാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ചില യൂട്യൂബ് ചാനൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഷാജൻ സ്കറിയ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് മാധ്യമത്തിന് മനോരമയ്ക്കുള്ളതിനേക്കാൾ പലപ്പോഴും വ്യൂവർഷിപ്പ് കൂടുതലാണ്. ആ ഒരു സത്യം നമ്മളങ്ങ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം, ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മാസിക എന്നൊക്കെ പറഞ്ഞ് മനോരമയുടെ ഒരു കണക്കുണ്ടായിരുന്നു. അതിനെ മറികടക്കുന്നു ഷാജൻ എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പട്ടാളം. മനസ്സിലാക്കണം, അങ്ങനെ ധാരാളം അതിനേക്കാൾ ഇൻഫ്ലുവൻസർമാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കൂടുതൽ ആരാധകരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്കിടയിൽ പോലും ഉണ്ട്. വൈറലായിട്ടുള്ള ആൾക്കാർ എത്ര പേര് നമ്മൾ ദിവസവും കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ അത് ജനങ്ങളുടെ പുതിയ ഹരമായിട്ട് മാറിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരം തുടങ്ങാൻ കാര്യം ഇൻ്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ, യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ ഒക്കെ ഗവൺമെൻറ് അടിച്ചമർത്തി. എന്താ കാര്യം? അതിലൊക്കെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ധാരാളമായിട്ടുള്ള അഴിമതികളുടെ കഥകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോഴത് പൊട്ടിച്ചു. അതിനെതിരെ തുടങ്ങിയ സമരം അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഇപ്പോൾ എല്ലാം യൂട്യൂബ് ഉൾപ്പെടെ എല്ലാം തിരിച്ചു വന്നു, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം തിരിച്ചു വന്നു. പക്ഷെ അതുകൊണ്ട് തൃപ്തരല്ല. അത് നിരോധിക്കാൻ എന്ത് കാരണമായോ ആ അഴിമതി ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാണ് പുതിയ പ്രക്ഷോഭം നടത്തിയതും അത് വിജയകരമായ പരിസമാപ്തിയിലെത്തിയതും. പ്രധാനമന്ത്രി നാട് വിട്ടുപോയി, ദുബായിലേക്ക് പോയി, KP ശർമ്മ ഒലി. പിന്നെ ചില പഴയ പ്രധാനമന്ത്രിമാരുടെ ഭാര്യമാരെ കൊന്നു. അതൊട്ടും നീതീകരിക്കാൻ എനിക്ക് തോന്നുന്നു പാർലമെന്റ് കത്തിച്ചു. അത് ഈ പറയുന്ന രഹേഷ് ഷായുടെ നേതൃത്വത്തിൽ നടന്നായിരിക്കില്ലത്, മറിച്ച് സാമൂഹിക വിരുദ്ധരുണ്ടാവുക. അതെ, ഇതിന് പെട്ടെന്നുണ്ടായ പ്രക്ഷോഭമായതുകൊണ്ട് പെട്ടെന്നൊരു നേതൃത്വം ഓർഗനൈസർ അല്ലല്ലോ ഇതാൻ. അപ്പോൾ അതിൻ്റെ ഒരു അപലക്ഷണമായിട്ട് ഇത് സംഭവിച്ചത് വളരെ ഇതിന് വളരെ ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഇതിന് ആവശ്യമില്ലായിരുന്നു. ജനങ്ങളാണ് ഇതിന് ജനാധിപത്യത്തിൻ്റെ കാവലാളായിട്ട് നിൽക്കേണ്ടത്. അതിന് പകരം ഇവർ ഉപയോഗിച്ചുള്ള ഈ പ്രക്ഷോഭങ്ങൾ നടത്തിയത് അതിനോടൊട്ടും പ്രത്യേകിച്ചും പശുപതിനാഥൻ്റെ നാട്ടിൽ അത് നടക്കാൻ പാടില്ല. പശുപതിനാഥനെ പിടിച്ച് അണയിടുന്നുകൊണ്ട് ഇവർ പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളിൽ. അപ്പോൾ അങ്ങനൊരു പ്രക്ഷോഭമാണ്, വിധ്വംസകമായിട്ട് പോകാൻ പാടില്ലാത്ത ഒന്നാണ് അവിടെ നടന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചു. പെട്ടെന്നുണ്ടാകുന്ന ഒരു ആളിക്കത്തലായിരിക്കാതെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പട്ടാളം കുറച്ചു നാൾ ഭരണം ഏറ്റെടുക്കും. അതിനുശേഷം ജനാധിപത്യപരമായിട്ട് രാകേഷ് ഷായിക്ക് ഇത് കൈമാറുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു ടെസ്റ്റായിരിക്കും ഇനി വരാൻ പോകുന്നത്. ആ ടെസ്റ്റിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലത്, നേപ്പാളിനും നല്ലത്. കാരണം അസ്വസ്ഥനായിട്ടുള്ള അയൽക്കാരൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ രാജ്യമാണെങ്കിലും നമുക്ക് അതൊരു വലിയ അസ്വസ്ഥത, തലവേദന തന്നെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കട്ടെ, ആ ഒരു സ്ഥിതിയിലേക്ക് പോട്ടെ. അവിടെ ധാരാളം ഇന്ത്യക്കാരായ കച്ചവടക്കാരുമുണ്ട്, തൊഴിൽ ചെയ്യുന്നവരുമുണ്ട്. നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെയും വിസ ഇല്ലാതെയും പോകാൻ കഴിയുന്ന രാജ്യമായിരുന്നു. വിശ്വാസികളുടെ കേന്ദ്രം കൂടി ആയതുകൊണ്ടും ബുദ്ധന്റെ കേന്ദ്രം കൂടിയാണ്. ബുദ്ധമത വിശ്വാസികൾ ധാരാളമുള്ള സ്ഥലമാണ്. ലംബിനി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ്, നേപ്പാളിലാണ്, പിന്നെ കാഠ്മണ്ഡുവിനടുത്താണ്. നമുക്കുള്ളത് ഗയ മാത്രമാണ്. ബോധ് ഗയ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ബോധനിലാവുദിച്ച ആ സ്ഥലം മാത്രമാണ് നമ്മുടെ ബീഹാറിലുള്ളത്. അപ്പോൾ ബീഹാറിൻ്റെ അതിർത്തി ഇപ്പോൾ അടച്ചിരിക്കുക നേപ്പാളുമായിട്ട്. തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പോകണ്ട എന്നുള്ളതാണ്. കാരണം സാമൂഹിക വിരുദ്ധർ കിടന്നു വരുമെന്ന് ഇതിൻ്റെ മറവിൽ അങ്ങോട്ടും പോകാം. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ നമ്മൾ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഇന്ത്യ. ഒരു ഉന്നതതല മന്ത്രിസഭാ യോഗം, എല്ലാ മന്ത്രിമാരുമില്ല, ഉന്നതതലത്തിൽപ്പെട്ട ചർച്ച ചെയ്യേണ്ടവരുമായിട്ട് എന്തായാലും തീർച്ചയായിട്ടും അജിത് ഡോവൽ അതിൽ കാണും. അപ്പോൾ ഇന്ത്യയുടെ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാൻ കഴിയും. 24 മണിക്കൂറിനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന. പക്ഷെ ഇനി അവിടെ ഒരു പുതിയ ഭരണത്തിലേക്ക് സമയമെടുക്കും. കാരണം ഒരു മേയർ എന്ന് പറയുന്ന പോലല്ല നേപ്പാൾ ഭരിക്കുക എന്ന് പറയുന്നത്. അത് ചൈനയുമായിട്ട് ഉള്ള ഈക്വിലിബ്രിയം നിലനിർത്തണം, ഇന്ത്യയുമായിട്ടുള്ളത് നിലനിർത്തണം. അത് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ് വിദേശ നയം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എന്ത് നിലപാട് അവർ സ്വീകരിക്കും എന്നുള്ളത്, അല്ല റാപ്പ് ഡാൻസ് പോലെ ഈസി അല്ല ഭരണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും ഈ പുതിയ ഭരണാധികാരി. അദ്ദേഹം തന്നെ ആവണമെന്നാണ് ഈ പ്രക്ഷോഭകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അതൊരു നല്ല കാര്യമാണ്. ഇനി ലീഡർഷിപ്പിന് വേണ്ടി അത് പിന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടാവേണ്ട ആവശ്യം തൽക്കാലം ഇല്ലെന്നാണ് തോന്നുന്നത്. അദ്ദേഹം മാതൃകാപരമായിട്ടൊരു ഭരണം നടത്തി ലോക ചരിത്രം തന്നെ തിരുത്തി കുറിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.